അവിടെ കായല നടുക്ക് മഴ പെയ്യുന്നതാണോ? അതുകൊണ്ട് ആ ഭാഗം മാത്രമേ ഉള്ളൂ മഴ. ഇങ്ങോട്ടൊന്നും മഴയില്ലല്ലേ? ഇങ്ങോട്ട് വരുമായിരിക്കും. ഇങ്ങോട്ടൊക്കെ നല്ല വെയിൽ, ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ അവിടെ അടിപൊളി മഴ പെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ രണ്ടാം തവണയും നമ്മൾ നീണ്ടുവരെ വന്നിരിക്കുകയാണ്. നമ്മൾ പ്രോ കപിലൊക്കെ ഉണ്ട്. പ്രോയുടെ പേര് പറഞ്ഞില്ലല്ലേ? എൻ്റെ പേര് വിനു. വിനു. ആ, പൊതുവേ മാർക്കറ്റിലൊക്കെ മീൻ കുറവാണ്. നല്ല മഴയൊക്കെ ആയതുകൊണ്ടേ അപ്പം മീനുകളൊക്കെ കുറവാണ്. അപ്പോൾ ഈ കാണുന്നത് വളത്തിനൊക്കെ പോകാനുള്ള മീനാണ്. നെത്തോലിയും അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചൊരു പരുവത്തിലാണ്. അതൊക്കെ വളത്തിനാണ് ഉപയോഗിക്കുന്നത്. പൊതുവേ മീനൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മേടിച്ച മീനൊക്കെ ഉള്ളൂ. നെത്തോലി, കൊഞ്ച് ഇതൊക്കെ തന്നെ. ഒരപ്പോൾ പിന്നെ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന അത്ര വലിയ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട്. ബോട്ടുകളൊക്കെ ഒത്തിരി കരയ്ക്കാണ്, പിന്നെ വരാനുണ്ട്. മൊത്തം നെത്തോലിയും കൊഞ്ചും ഒക്കെ തന്നെ. നെത്തോലി, കൊഞ്ച്, ചാള. അപ്പോഴാണ് നമ്മളെ ഫ്രണ്ടായ ഷാജി നമ്മളെ കണ്ടെത്തിയത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മളെ ചാനലിൽ ഫിഷൊക്കെ തരുന്നത് പുള്ളിയാണ് കേട്ടോ. എൻ്റെ ഭാര്യയുടെ സുഹൃത്താണ്. ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലേലം വിളിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മൊത്തം നമ്മളെ ഫിഷ് മീൻ കച്ചവടക്കാരില്ലേ, അവരാണ് തോന്നിയത് എടുക്കുന്നത്. കാരണം 7,000, 8,000 രൂപയും 6,000 രൂപയ്ക്കൊക്കെ വില വെച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഇത്ര എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല.
പച്ചമീൻ ലാസ്റ്റ് വളത്തിനുള്ള മീനുകളാണ് തോനെ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം പുതിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ടോ നമ്മളൊന്ന് നോക്കിയാണ്. നമ്മളൊരു ഉദ്ദേശം ചൂരയോ നീമീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പം കിട്ടത്തില്ലെന്നറിയാം. ഇപ്പം കടൽ മൊത്തം ഇതല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നത്തിലിരിക്കുകയാണ്. മൊത്തം നെത്തോലി ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മീൻ ഫിഷുകളൊക്കെ വരുന്നത്. അങ്ങനെ ഇരിക്കെ ആകെ ഒരു വെറൈറ്റി ആയിട്ട് വന്നത് നല്ല അടിപൊളി ഒരു കൊഞ്ച്, നല്ല കൊഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് പ്രത്യേകം അവർ പിന്നെ വേർതിരിക്കുന്നുണ്ട്. കാരണം വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതുണ്ട്, അല്ല വിൽക്കാനുള്ളത് പ്രത്യേകം. അപ്പോൾ നല്ല വലുതാണ് കേട്ടോ, അടിപൊളിയാണ് സംഭവം, കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് എത്ര വിലയ്ക്കാണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആരാണ്ട് അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പ്രത്യേകം മേടിക്കാനൊക്കെ. അപ്പം ഞാനിത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. നല്ല അടിപൊളി കൊഞ്ചാണ്, നല്ല പല വേർതിരിക്കുന്നുണ്ട് വലിപ്പം അനുസരിച്ചൊക്കെ. ഇല്ല
അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ അവിടെ പുറപ്പെടുന്നുണ്ട്, തിരിച്ച് വരുന്നുണ്ട് ഓരോന്നൊക്കെ. അപ്പം നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവർ പറക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള മീനുകളാണ് അവിടെ കൊണ്ടുവന്ന് അവർ പ്രത്യേകം വിൽക്കുന്നതേ. ചെറിയ കൊഞ്ചൊക്കെ അതിൻ്റെ അകത്തുനിന്ന് പറക്കിയെടുക്കുകയാണ്. അപ്പം നമ്മൾ അറിഞ്ഞില്ല, വളത്തിന് പോകുന്ന മീനിൻ്റെ അകത്തു നിന്നൊക്കെ പറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് സൂക്ഷിച്ചൊക്കെ എടുക്കണം. നല്ല മീൻ വരുന്നുണ്ട്. ഇപ്പം കബലിപ്പം മേടിച്ചത് പൊന്നാരമാണ്, അതായത് നിങ്ങൾ ചെങ്കലവ ഇങ്ങനെയൊക്കെയുള്ള സംഭവമല്ലേ, പലർക്കും പല പേരാണ്. 150 രൂപയ്ക്കാണ് പുള്ളി മേടിച്ചത്. അങ്ങനെ ഇരിക്കുക ഒരു ബോട്ട് റിവേഴ്സ് ഇതായിട്ട് വരുന്നുണ്ട്. ഈ 2 ബോട്ടിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മറ്റേ ബോട്ട് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ അവർ തട്ടാതെ എങ്ങനെ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൻ്റെ മറ്റേ ഫ്രണ്ട് ഭാഗം അവിടെ തട്ടുമ്പോൾ ആൾക്കാർ വന്ന്, തൊഴിലാളികൾക്ക് വന്ന് അവിടെ നിന്ന് തള്ളി നീക്കിയാണ് ഇവരിങ്ങനെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കിയാണ് ഇവർ പുറകിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചിത്രീകരിക്കുകയായിരുന്നു ഞാൻ. ഇങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ ബോട്ട് ഇങ്ങനെ റിവേഴ്സ് കൊണ്ടുവന്ന് ഇടുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ നമ്മൾ ഫിഷർമാൻ ഭയങ്കര സന്തോഷം, നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ ഇവരൊക്കെ. ഇങ്ങനെ അത് ബോട്ട് അപ്പം പുള്ളി അത് കൈ കാണിക്കുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ എടുക്കുക. അതുകൊണ്ട് അവിടെ ബോട്ട് ആ ഭാഗത്താണ് പോയി മുട്ടാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചിത്രീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. പുള്ളി എന്നെ കണ്ടപ്പം അവിടെ ഒരു മീനൊക്കെ എന്തോ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടെ എന്തോ അവർ മേടിച്ചത് എന്തോ ഒരു മീനുണ്ട്, പിടിച്ച മീൻ അത് എടുക്കുകയാണ്, എന്തോക്കെ നമ്മളെ കാണിക്കുകയാണ് എന്തുവാണ് സംഭവം. ഏത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഴിച്ചിട്ടുമില്ല. എങ്ങനെയാണ്, എന്തോ വലിയ സംഭവം വല്ല ഉള്ള മീനാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം ഞങ്ങളെ പാട്ട് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, നമ്മളെ പാട്ട് കൊണ്ടുപോയി ഇതിനെ പാടുന്ന പാട്ടാത്. പള്ളി നടച്ച പൊന്നാര എത്ര കളയാ? 150. 150. ഞാൻ മേടിച്ചത് അയില 150. ഇതെത്ര? ഇത് 400. ഇതിൻ്റെ പേരെന്തായിരുന്നു? നീലാവതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്ക് ബൈ.